ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗ്ലിസറിൻ്റെ കുറച്ച് വിശേഷം പങ്കുവയ്ക്കാൻ വന്നതാണ് കേട്ടോ. ഗ്ലിസറിൻ്റെ ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒത്തിരി പേരിങ്ങനെ ഒത്തിരി സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ വരുന്നു. പിന്നെ ഒത്തിരി വീഡിയോസ് വരുന്നു, ഗ്ലിസറിൻ ഇട്ട് മുഖം വെളുത്തു എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഇട്ട് തരാമെന്ന് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണയുള്ള ഫ്രണ്ട്സുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നന്നായി, ഈ ഗ്ലിസറിൻ ഇട്ടാൽ മുഖം വെളുക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇപ്പോൾ യൂട്യൂബിൽ കൂടി പരക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, എങ്കിലും അത് ഒന്നും കൂടെ സന്ദർഭവശാൽ പറയുന്നതാണ്. അതായത് ഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തന്നെ ഹ്യൂമിക്റ്റൻ്റാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പത്തെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ സ്കിന്ന് നമ്മളീ പുറത്തുനിന്ന് നമ്മുടെ ഈർപ്പത്തെ സ്കിന്നിലേക്ക് ആഗിരണം ചെയ്യുന്നതിനും ഈ ഗ്ലിസറിൻ നല്ല ഒന്നാന്തരം ഐറ്റമാണ്. അപ്പോൾ ഇതുമൂലം നമ്മുടെ സ്കിന്നിന് സംഭവിക്കുന്നത് എന്താണെന്നോ, സ്കിന്ന് വെളുക്കല്ല ചെയ്യുന്നത്. സ്കിന്ന് എപ്പോഴും സ്കിന്നിൻ്റെ ആ ഡ്രൈനെസ്സൊക്കെ പോയി സ്കിന്ന് നല്ല മോയ്സ്ചറൈസറായിട്ടിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്കിന്ന് നല്ല തിളക്കവും നല്ല മിനുസോ, ഡ്രൈനെസ്സൊക്കെ പോയി കഴിയുമ്പോൾ ഒരു തിളക്കവും മിനുസൊക്കെ ഉണ്ടാകുമല്ലോ. അതാണ് ഗ്ലിസറിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പല കാര്യങ്ങളും അതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടോണൊക്കെ സ്കിൻ ടോണൊക്കെ ഒന്ന് നമുക്ക് ബ്രൈറ്റായിട്ടായി തോന്നാം. പക്ഷേ ഇങ്ങനെ പൊലിപ്പിച്ച് സ്കിന്ന് ബ്രൈറ്റാവും ഗ്ലിസറിൻ പാക്ക് ഉപയോഗിക്കുന്നൊന്നും പറയേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഞാൻ സ്വകാര്യമായിട്ട് പറയണതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇപ്പം ഞാൻ ഈ ഗ്ലിസറിൻ്റെ പിന്നെ കുറച്ച് ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർക്ക്, അതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്കും ഇത് ഉപയോഗിക്കുക. അതാണ് ഗ്ലിസറിൻ്റെ ഗുണം. പിന്നെ നമ്മൾ വാങ്ങുന്ന മിക്കവാറും എല്ലാ പ്രൊഡക്റ്റിലും, ക്ലെൻസറാണെങ്കിലും ടോണറാണെങ്കിലും മോയ്സ്ചറൈസറാണെങ്കിലും തുടങ്ങിയ എല്ലാ പ്രൊഡക്റ്റിലും നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും എല്ലാത്തിലും നമുക്ക് ഗ്ലിസറിൻ കാണാം. അപ്പോൾ ഗ്ലിസറിൻ അത്രയ്ക്ക് ഗുണപ്രദമാണ് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ സ്കിന്നിൽ ഈർപ്പം നിലനിർത്താൻ. ഈ സ്കിന്നിൽ ഈർപ്പം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ യുവത്വം നഷ്ടപ്പെടുന്നതിനും സ്കിന്നിൽ ഒത്തിരി ഡാമേജ്, അതായത് വാർദ്ധക്യ സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്നത് സ്കിന്നിൽ ഈർപ്പം നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പം നമ്മൾ സ്കിന്നിൽ ഈർപ്പം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഇത് പിന്നെ എനിക്കടക്കം ഇത് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പാർലറൊക്കെ 10-30 വർഷം നടത്തിയ ആളാണ്, ഇപ്പോഴും ഇതാണ്. പക്ഷേ എനിക്ക് ആദ്യകാലങ്ങളിലൊന്നും ഈ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം ഇത്ര കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് കാരണം എനിക്കത് സ്പെസിഫിക് ആയിട്ട് ആൾക്കാരോടൊന്നും പറയാൻ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് പ്രായമായി, എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അന്ന് നമ്മൾ ചെറുപ്പമാണല്ലോ, അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതാണ്, നമുക്ക് അതിനെക്കുറിച്ച് ബോധമില്ല, പിന്നെ പഠിക്കാനൊന്നും നേരമില്ല. പിന്നെ നമ്മൾ ആ PhD ഒക്കെ എടുക്കാനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇതിൻ്റെയൊക്കെ അതിൻ്റെ ഗുണവശങ്ങൾ, അതിൻ്റെ ആവശ്യകത, നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടോണറാണ്, ക്ലെൻസറാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ്. പിന്നെ നമ്മുടെ ഷാമ്പൂ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നവർക്ക് ഷാമ്പൂവിൽ 2 തുള്ളി ഗ്ലിസറിൻ നമുക്ക് ഒഴിക്കാം. ഇനി നിങ്ങൾ ടോണർ, മോയ്സ്ചറൈസർ, ക്ലെൻസർ എന്ത് നിങ്ങൾ വാങ്ങി വെച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ ഓൾറെഡി ഉണ്ട്. എങ്കിലും വല്ലാതെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് 1-2 തുള്ളി അതിലേക്ക് ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്ത് അവിടെ വെച്ചിരുന്നാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്കത് ഇന്ന് ഉപയോഗിക്കാമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ റോസ് വാട്ടർ മിക്സ് ചെയ്ത് ഒരു 20 ml പിന്നെ ഗ്ലിസറിനിൽ, അല്ല 20 ml റോസ് വാട്ടറിൽ കേട്ടോ, തെറ്റിപ്പോയതാണ്. റോസ് വാട്ടറിൽ നമുക്കൊരു 5 തുള്ളി ഗ്ലിസറിൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അവിടെ വെച്ചിരുന്ന എല്ലാ ദിവസവും നമുക്കിത് ടോണറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് സ്കിന്നിന് തിളക്കം കിട്ടുന്നതിനും മിനുസം കിട്ടുന്നതിനും ഈർപ്പം നിലനിർത്തുന്നതിനും ഏറ്റവും നല്ല ഒരു ടോണറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് അലോവേറ ജെല്ലിൽ അപ്പോൾ ഇതിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ടോണർ പിന്നെ റോസ് വാട്ടർ എല്ലാ ഗുണങ്ങളും ഉണ്ടല്ലേ. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, സ്കിൻ ഗ്ലോ കിട്ടുന്നതിനും സ്കിന്നിന് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതിനും, നല്ല അസ്ട്രിജൻറ്റ്, അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ
നമ്മുടെ സ്വന്തം റോസ് വാട്ടറിനുണ്ട്. നമ്മുടെ വീട്ടിൽ റോസ് പൂവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ. വെറുതെ നമ്മൾ എളുപ്പത്തിൽ വെറുതെ വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് അതൊന്ന് തിളച്ച് അതിൻ്റെ നിറം മാറുമ്പോൾ ഉറ്റെടുത്ത് വെച്ചാൽ മതി. വലിയ കസർത്തൊന്നും അതിനകത്ത് വേണ്ട, അതിനെല്ലാം നമുക്ക് ഇറങ്ങി വന്നോളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അലോവേറ ജെല്ലിൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഒരു 20 ml അലോവേറ ജെല്ലെടുത്ത് 5 ml പിന്നെ ഗ്ലിസറിൻ മിക്സ് ചെയ്ത് അവിടെ വെച്ചിരുന്ന് എല്ലാ ദിവസവും നമുക്കിത് മുഖത്ത് കുളി കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാം കേട്ടോ. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഈ അലോവേറ ജെല്ലിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ, ഇത് നമ്മുടെ പിഗ്മെൻറ്റിനെ ഡാർക്ക് പിഗ്മെൻറ്റിൻ്റെ ആ സെൽസിനെ മാറ്റി വൈറ്റ് സെൽസ് ആക്കുന്നതിന് ഏറ്റവും നല്ല ഒരു റെമഡിയാണ് അലോവേറ ജെല്ല്. അപ്പോൾ ഈ മാത്രമല്ല സൂര്യതാപമേറ്റുള്ള കരുവാളിപ്പ് പോകുന്നതിനും സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും അലോവേറ ജെല്ല് നല്ലതാണല്ലോ. അപ്പോൾ അലോവേറ ജെല്ലും നമുക്ക് സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുന്നതിന് ആവശ്യമായ ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിരുന്ന ഇരട്ടി ഗുണം കിട്ടും. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ഒരു പിന്നെ സിറം നിങ്ങൾക്ക് തരുന്നത്. പിന്നെ അടുത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാണ്ട് നമുക്ക് കാച്ചാത്ത പാല് ക്ലെൻസറായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ. അതിലേക്ക് നിങ്ങൾ ഒരു തുള്ളി ഗ്ലിസറിൻ ഒഴിച്ച് നോക്കിയാൽ നല്ല ഒന്നാം തരാവും നമ്മുടെ ആ ക്ലെൻസിങ്ങോടൊപ്പം തന്നെ. ഒന്നാമത് പാലിൽ തന്നെ നമുക്ക് ആ ഒരു ഫാറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ മുഖത്ത് ഒരു പിന്നെ എണ്ണമയം കാണുമല്ലേ, ആ കൂട്ടത്തിൽ ഒരു തുള്ളി ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ കൂടെ നല്ലതാണ്. ഈർപ്പം നിലനിർത്തുന്നതിന്, കുറേ സമയത്തേക്ക് നിലനിർത്തുന്നതിന് നല്ലതാണ്. അത് ഡ്രൈ സ്കിൻ ഉള്ളവരുടെ കാര്യമാണ്. പിന്നെ ഏജ് എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള ഏജിങ് സ്കിന്നിനാണ് നല്ലത് കേട്ടോ. പിള്ളേർ സെറ്റൊന്നും അതെടുക്കണ്ട. നിങ്ങൾ ഗ്ലിസറിൻ ചേർന്ന സോപ്പോ ഗ്ലിസറിൻ ചേർന്ന ഫേസ് വാഷോ ഒക്കെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഗ്ലിസറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷാമ്പൂ, ടോണർ ഇതിലെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ റോസ് വാട്ടർ ടോണർ ഉണ്ടാക്കി വെക്കാം. ക്ലെൻസ് ചെയ്യുമ്പോൾ അതിനകത്ത് പാലിലൊഴിക്കാം. പിന്നെ നമുക്ക് സിറം ഉണ്ടാക്കി വെക്കാം, അലോവേറ ജെല്ല് മിക്സ് ചെയ്ത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നെ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.